ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. വാളയാർ കേസിലെ CBIയുടെ കണ്ടെത്തലുകളിൽ ഞാൻ നടത്തിയ പരാമർശങ്ങളിൽ അവസാനത്തെ എപ്പിസോഡാണിത്. അതിൽ ആ കണ്ടെത്തലുകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിൻ്റെ 1733 എന്ന് പറയുന്ന ആ പാരഗ്രാഫിൽ നിന്ന് കാണാം. അത് ഞാനൊന്ന് വായിക്കാം. വളരെ രസകരമായ കാര്യമാണ് അതിലെ റിപ്പോർട്ട്. CBI അന്വേഷണം നടത്തിയിട്ടുള്ള റിപ്പോർട്ടാണ്. The death due to hanging by suicidal manner cannot be totally ruled out in this case. That is, even though the girl was only 9 years old and was having a height of 129 centimeter, it is not impossible for her to maneuver the ligature material around the point of suspension rafter and accomplish the act of hanging. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത് പോലീസ് ഒരു കേസ് അന്വേഷിക്കുക, അല്ലെങ്കിൽ CBI ഒരു കൊലക്കേസ് അന്വേഷിക്കുക. ആ അന്വേഷിക്കുമ്പോൾ അതിനകത്ത് വരേണ്ട കാര്യം എന്ന് പറയുന്നത് അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള ഒരു തീരുമാനം എടുക്കണം. അതിന് ഇത് കൊലപാതകമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതല്ല ഇവിടെ CBI നോക്കിയേക്കുന്നത്. ഇത് ആത്മഹത്യയാകാൻ വല്ല സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അന്വേഷിച്ചേക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായ കാര്യം. The death due to hanging by suicidal manner cannot be totally ruled out in this case. അതായത് തൂങ്ങിമരണമാകാനുള്ള സൂയിസൈഡൽ ഹാങ്ങിങ് ആകാനുള്ള തൂങ്ങിമരണമാകാനുള്ള സാധ്യത റൂൾ ഔട്ട് ചെയ്യാൻ ടോട്ടലി മുഴുവനായിട്ടും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാണ്. അത്രയേ ഉള്ളൂ. അതാണ് കണ്ടുപിടുത്തം. ഇവരിവിടെ എന്താ അന്വേഷിച്ചേ? ഇവരെ അന്വേഷിക്കാനാ ചുമതലപ്പെടുത്തിയത്? ഇത് മർഡറാണോ സൂയിസൈഡാണോ എന്ന് അന്വേഷിക്കണം. അത് മാത്രമല്ല, മർഡർ ആണെങ്കിൽ ആരെ നടത്തിയെന്ന് അന്വേഷിക്കണം. ഇനി സൂയിസൈഡൽ ആണോ എന്ന് ആദ്യമേ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി ക്വസ്റ്റ്യനേ ഇല്ലല്ലോ. അപ്പോൾ സൂയിസൈഡ് ആവാനുള്ള പോസിബിലിറ്റി മുഴുവനായും തള്ളിക്കളയാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആത്മഹത്യയാകാനുള്ള സാധ്യത മുഴുവനായും തള്ളിക്കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഫൈൻഡിങ്. ഈ ഫൈൻഡിങ്ങിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള CBI വരേണ്ട കാര്യമുണ്ട്. അത് നമ്മളെ ചിന്തിക്കേണ്ട കാര്യം അതാണ് ഇതിനകത്ത്. അതാണ് CBIയുടെ കള്ളക്കളി നമ്മളിവിടെ തെളിയേണ്ടത്. കാരണം അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അന്വേഷണം അങ്ങ് നിർത്തണം. കാരണം ഇതുകൊണ്ട് അന്വേഷിക്കാൻ ഒന്നാമത് ഈ പാവങ്ങളാണ്. ഒരു അടച്ചുറപ്പില്ലാത്ത ഒരു ചെറിയ ഒറ്റ മുറി ഉള്ള ഒരു ഷെഡ്, അത് മാത്രമുള്ള പാവങ്ങളാണ് ഈ പറയുന്ന ഈ വീട്ടുകാർ. അതായത് ഈ ഭാഗ്യവതിയും അതുപോലെ ഷാജിയും അവർ താമസിക്കുന്നത് അവിടെ. അപ്പം അവർക്കൊന്നുമില്ല, വെറും കൂലിവേലക്കാരാണ്. രാവിലെ പോകും, ജോലിക്ക് പോകും, രാത്രി വരെ പകലന്തിയോളം പണിയെടുക്കും, എന്നിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് കഴിയുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ കേസാവുമ്പോൾ ഇവിടെ കേസ് ആരന്വേഷിക്കണം? എന്തിന്? ഇവിടെ വരേണ്യവർഗ്ഗങ്ങളാണെങ്കിൽ അവരുടെ കേസ് അന്വേഷിക്കും. അതല്ലല്ലോ. ഈ പാവങ്ങൾ അവരാരുണ്ട് അവർക്ക് ചോദിക്കാൻ? അവർക്ക് ആകെപ്പാടെ ചോദിക്കാനുള്ളത് ഒരു സമരസമിതിയാണ്, വാളയാർ സമരസമിതി. ആ വാളയാർ സമരസമിതിയിൽ ഉള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഇവരുടെ പിന്നിൽ. ആ വാളയാർ സമരസമിതിയിൽ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് വളരെ നമുക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ്. 27 കുഞ്ഞുങ്ങളാണ് ആ വാളയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2012 മുതൽ 2022 വരെ ആത്മഹത്യ ചെയ്തേക്കുന്നത്. 27 കുഞ്ഞുങ്ങൾ. ആ 27 കുഞ്ഞുങ്ങൾക്കും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? അന്വേഷിക്കണം. അത് CBI ഏതായാലും CBI പോകുമ്പോൾ ഇത് അന്വേഷിക്കണം.
അല്ലെങ്കിൽ സർക്കാർ ഇതിന് ഒരു മെഷീനറി ഉണ്ടാക്കി ഒന്ന് അന്വേഷിക്കണം. 305 കുഞ്ഞുങ്ങൾ പോക്സോ, അതായത് 305 പോക്സോ കേസുകൾ ഈ പറയുന്ന പീരീഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 2012-നും 2022-നും ഇടയ്ക്ക് വാളയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ 305 കേസുകളിൽ എല്ലാവർക്കും പോക്സോ കേസെടുത്തിട്ടുണ്ടോ, പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ടോ, അതെങ്ങനെയൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. കാരണം എന്താണെന്നറിയോ, ഹിന്ദു ന്യൂസ് പത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് CBI തന്നെ കണ്ടെത്തുന്നതാണ്. അതായത് വാളയാർ ഭാഗത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് അവര് നിയമപരമായ കാര്യങ്ങളിൽ അജ്ഞതയുള്ളവരാണ്. അവർക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് നിരക്ഷരായ ആളുകളുണ്ട്. അവർക്ക് ഈ നിയമത്തിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കുഴപ്പമൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒന്ന് തിരിച്ചറിയണം, മനസ്സിലാക്കണം. അതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു അന്വേഷണം ആ പത്ര റിപ്പോർട്ടിന്മേൽ നടത്തേണ്ടതാണ്. കാരണം അത് ഹിന്ദു പത്രം വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു വലിയ റിപ്പോർട്ടാണ് അത് നൽകിയിരിക്കുന്നത്. അവർ ഈ CBIയുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കണ്ടിട്ടാണ് അവരും പറഞ്ഞേക്കുന്നത്. എന്താണെന്നറിയാം അതിനകത്ത്, അതായത് ഈ ഇവർ പറഞ്ഞേക്കുന്നത് വാളയാർ ഗേൾസ് വേർ സൂയിസൈഡ് കനോട്ട് ബി ടോട്ടലി റൂൾഡ് ഔട്ട്. ഈ 2 പെൺകുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത്, ആത്മഹത്യ ആവാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ലെന്നാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മൊത്തമായിട്ട് ചെറിയ സാധ്യതകൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. ചെറിയ സാധ്യതയാണോ കാണുന്നത്? ഞാൻ പറഞ്ഞ സെല്ലോഫൈൻ ടേപ്പ്, അവരുടെ 2 കൈപ്രതലങ്ങളിലും 2 കുഞ്ഞുങ്ങളുടെയും കയ്യിൽ നിന്ന് എടുത്ത സെല്ലോഫൈൻ ടേപ്പിൽ ഫൈബേഴ്സ് ഒന്നുമില്ല. നേരെ മറിച്ച് അവരുടെ കഴുത്തിൽ ആ ഫൈബർ കണ്ടു. ഇത് കെട്ടിത്തൂക്കി കൊന്നതാണെന്ന് അനുമാനിക്കാൻ അതിൻ്റെ പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. ഈ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിൻ്റെ പോസിബിലിറ്റി, സാധ്യത, അത് ഇവർക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ലെങ്കിൽ ഇവരെ അന്വേഷിക്കേണ്ട കേസ്, അവർ എങ്ങനെ കൊലപാതകം നടന്നു എന്ന് നോക്കണം. അതിന് പകരമായിട്ട് അവർ ചെയ്തേക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. അതായത് ഈ സൂയിസൈഡ്, ആത്മഹത്യയുടെ സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാണ്. എന്നാൽ കൊലപാതകത്തിന്റെ സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റുമല്ലോ എന്ന് നോക്കിയോ? അപ്പൊ ആത്മഹത്യയുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റുന്ന ഭാഗങ്ങൾ പൂർണ്ണമായിട്ടേ ഉള്ളൂ. അതായത് മിക്കവാറും ഒക്കെ തള്ളിക്കളയാം. ആ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് കൊലപാതകമല്ലേ? അതല്ലേ അന്വേഷിക്കേണ്ടത്? അതൊന്നും അന്വേഷിക്കാൻ ഇവർക്ക് സമയമില്ല, തയ്യാറല്ല. കാര്യം ഈ പാവങ്ങളുടെ കാര്യം ആര് നോക്കണം? അവർക്ക് പണമില്ല, പട്ടിണിയാണ്, അവർ താഴ്ന്ന വർഗത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും എളുപ്പം ഉള്ള ഒരു സാധ്യത അവരങ്ങ് കണ്ടുപിടിച്ചു, അങ്ങനെ ചെയ്തു. അതായിരിക്കരുത് കാഴ്ചപ്പാട്. അത് ആ ഒരു കാരണവശാലും ആ കാഴ്ചപ്പാടല്ല CBIക്ക് വേണ്ടത്, ആ കാഴ്ചപ്പാടല്ല. ഇത് നമ്മൾ കാണേണ്ടതാണ്, മനസ്സിലാക്കണം. ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ ഇത് തൃപ്തികരമായ ഒരു അന്വേഷണവും നടത്തിയില്ല. ആ അന്വേഷണം തൃപ്തികരമായ രീതിയിൽ നടക്കണം. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് നീതി ഇപ്പോഴും ഒരു മരീചികയാണ്, നീതി അകലെയാണ്, അവർക്ക് നീതിയില്ല. ഇവര് ഈ കുഞ്ഞുങ്ങളുടെ വിലാപം ആരാ കേൾക്കുന്നത്? ആരും കേൾക്കുന്നില്ല. അപ്പം അത് ഇതിനാകെപ്പാടെ ഇപ്പോൾ ഇത് കൂടെ നടക്കാനുള്ളത് ഈ വാളയാർ സമരസമിതി മാത്രമാണ്. ഇവർക്ക് സർക്കാരിൻ്റെ സഹായമില്ല, സർക്കാർ ഇവരോടൊപ്പമല്ല. ഒരു പ്രോസിക്യൂട്ടർ വെക്കണമെങ്കിൽ പോലും സർക്കാർ ഉള്ള തോന്നിവാസങ്ങൾ മുഴുവൻ കാണിക്കും. അതിന് സമരം നടത്തണം. ഞാനും പോയതാണ് ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ പാലക്കാട് കളക്ടറേറ്റിന് മുമ്പിൽ. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇവരോടൊപ്പം ആരുമില്ല, ഇവർക്ക് പാവങ്ങളാണ്, ഒന്നുമില്ല. അപ്പോൾ ഈ സമരസമിതിയും കൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ. അവരുടെ കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് നിർത്താം. വാളയാർ സമരസമിതിയിൽ അതിൻ്റെ ചെയർമാനായിട്ടുള്ളത് വിളയാടി വേണുഗോപാലാണ്. അതേപോലെ അതിൻ്റെ കൺവീനർമാരായിട്ട് 2 പേരുണ്ട്. അതൊന്ന് K വാസുദേവനും ഒരാൾ സലീലാൽ അഹമ്മദും. ഇവർ ഒരുപാട് പ്രാവശ്യം എന്നെ കണ്ടിട്ടുള്ളവരാണ് ഇവരൊക്കെ. ഇതിൽ അത് കൂടാതെ രക്ഷാധികാരിയായിട്ടുള്ളത് ശ്രീ CR നീലകണ്ഠനാണ്. അപ്പോൾ ഇവരോടൊപ്പം ഈ പറയുന്ന ആളുകളോടൊപ്പം ഈ സമരത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യമല്ലേ പ്രത്യേകതയായിട്ട് നോക്കണ്ട, ഏറ്റവും കൂടുതൽ ഇവരോടൊപ്പം നിഴല് പോലെ നടന്ന് ഇവർക്ക് വേണ്ട ഉപദേശങ്ങളും സഹായങ്ങളും കൊടുക്കുന്നത് ഫാദർ അഗസ്റ്റിൻ വട്ടോളിയാണ്. ശ്രീ ജോമോൻ പുത്തമ്പരിക്കലും ഇതിനു വേണ്ടി ഒരു സമര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പാലക്കാട് പോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം.
അപ്പോൾ അവരെല്ലാം ഉണ്ട്. കുറേ ഇതുപോലെ കുറേ സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും മാത്രമേ ഇവർക്ക് സഹായത്തിനുള്ളൂ. ഇവരൊക്കെ കയ്യിൽ നിന്ന് പണം ചെലവാക്കിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പാലക്കാട് പോയത് എൻ്റെ സ്വന്തം ചെലവിൽ, ആരുടെയും ഒരു രൂപ വാങ്ങിച്ചുകൊണ്ടല്ല. ആലപ്പുഴ പോയതും എൻ്റെ സ്വന്തം ചെലവിൽ. ഇതുപോലെ ബാക്കി ആളുകളൊക്കെ ഇവരെല്ലാം നടക്കുന്നത്. ശ്രീ CR നീലകണ്ഠനാണെങ്കിൽ അതുപോലെ തഴിൽ പോലെ നടക്കുകയാണ്. ഫാദർ അഗസ്റ്റിൻ പട്ടോളി, ഇവരെല്ലാം സ്വന്തമായി ചെലവ് ചെയ്ത് പോകുന്നവരാണ് എല്ലാവരും. ഇതാരും വലിയ ആളുകളൊന്നുമല്ല, പക്ഷേ നാട്ടിലൊരു ജെനുവിൻ കോസിന് വേണ്ടി ഇറങ്ങിയേക്കുന്ന ആളുകളാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. CBI ഈ കേസിൽ ഇനി എൻ്റെ ഒരു അപേക്ഷയാണ്, നിങ്ങളിത് പുനഃപരിശോധിക്കണം. നിങ്ങൾ ചെയ്തേക്കുന്നത് തെറ്റാണ്. ഇങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അറിയാവുന്ന ആളുകളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് വിടണം. അതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇത് ഉറപ്പായിട്ട് ഇത് കൊലപാതകമാണെന്ന് തെളിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ 9 വയസ്സുള്ള കുഞ്ഞും മറ്റേ മൂത്തതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അതിന് സാധ്യത ഉണ്ടായേക്കാം. പക്ഷേ ഈ 9 വയസ്സുള്ള ഈ രണ്ടാമത്തെ കുഞ്ഞുണ്ടല്ലോ, അത് ഒരു കാരണവശാലും അത് ആത്മഹത്യയല്ല. നിങ്ങൾ പറയുന്നേക്കുന്നതെല്ലാം വികലമായ കാരണങ്ങളാണ് CBI പറഞ്ഞേക്കുന്നത് മുഴുവൻ. ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് പുനഃപരിശോധിക്കേണ്ടതാണ്. അതിന് സമഗ്രമായ ഒരു അന്വേഷണം വേണം. അതുപോലെ വാളയാറിലെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇതേപോലെ കൊല്ലപ്പെടാനുള്ളവരല്ല. അവർ ആത്മഹത്യ ചെയ്തു. അതായത് 27 കുഞ്ഞുങ്ങൾ. ഈ 27 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പിന്നിലുള്ള ആത്മഹത്യ പ്രേരണ എന്താണെന്ന് കാണണം. അതേപോലെ തന്നെ 305 കുഞ്ഞുങ്ങൾ പോക്സോ പീഡനങ്ങൾ, അതിൻ്റെ ഉപദ്രവങ്ങൾക്ക് വിധേയരായി. അവരുടെ പേരിലെല്ലാം കേസുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് സമഗ്രമായ ഒരു അന്വേഷണം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടത്തണം. അതിനൊന്നും അവർക്ക് സമയമില്ലല്ലോ. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീതി എന്ന് പറയുന്നത് അകലെയാണ്, ഒരു മരീചിക മാത്രമാണ്.